ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 81-ാം ദിവസം. നമ്മൾ ബൈബിൾ വായനയുടെ 5-ാമത്തെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശം കീഴടക്കലും ന്യായാധിപന്മാരുടെ കാലവുമാണ് നമ്മൾ വായിക്കുന്നത്. വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്രായേല്യർ നേരിടുന്ന പരീക്ഷണങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും ഈ 5-ാമത്തെ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നു. മോശയിൽ നിന്നും നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ജോഷുവ എന്ന പുതിയ നേതാവ് ജോർദാൻ കടന്ന് കാനാനിലേക്ക് ജനങ്ങളെ നയിക്കുന്നു. ഈ പുതിയ നാട്ടിൽ ഇസ്രായേൽ ജനത എങ്ങനെ പെരുമാറുന്നു എന്ന് കാണുന്നതോടൊപ്പം അവിശ്വസ്തരായ ന്യായാധിപന്മാരുടെ ചരിത്രവും ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നു. അവിശ്വസ്തരായ അനേകം പുരുഷന്മാർക്കിടയിൽ ജീവിച്ച ദെബോറ, റൂത്ത്, റാഹാബ് തുടങ്ങിയ വിശ്വസ്തരായ സ്ത്രീകളുടെ ചരിത്രവും ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. 81-ാം ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇസ്രായേല്യർ ജോർദാൻ കടക്കുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. ഇന്നേ ദിവസം നമ്മൾ ജോഷുവയുടെ പുസ്തകം 1, 2, 3, 4 അധ്യായങ്ങളും 123-ാം സങ്കീർത്തനവുമാണ് വായിക്കുന്നത്. മോശയുടെ മരണശേഷം ഇസ്രായേല്യരുടെ നേതൃത്വം ജോഷുവയെ കർത്താവ് ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ അരുളപ്പാടനുസരിച്ച് ഇസ്രായേല്യർ ഉണങ്ങിയ പ്രതലങ്ങളിലൂടെ ജോർദാൻ കടക്കുന്നതും ഇതിൻ്റെ ഓർമ്മയ്ക്കായി സ്മാരകശിലകൾ സ്ഥാപിക്കുന്നതും ഇന്ന് നാം വായിക്കുന്നു. ഇസ്രായേൽ ജനതയുടെ കൂടെ എപ്രകാരം ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് യാത്ര ചെയ്തു എന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളൊന്നും പാഴായി പോവില്ല എന്ന ഉറപ്പാണ് ഇന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം. ജോഷുവയ്ക്ക് ലഭിച്ച ദൗത്യം. കർത്തൃദാസനായ മോശയുടെ മരണശേഷം നൂനിൻ്റെ മകനും മോശയുടെ സേവകനുമായ ജോഷുവയോട് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്തു: എൻ്റെ ദാസനായ മോശ മരിച്ചു. ഇപ്പോൾ നീയും ഈ ജനം മുഴുവനും എഴുന്നേറ്റ് ഇസ്രായേല്യരായ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ദേശത്തേക്ക് ഈ ജോർദാൻ കടന്നു ചെല്ലുക. മോശയോട് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളുടെ കാൽപാദം ഊന്നുന്ന പ്രദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. മരുഭൂമിയും ഈ ലെബനോനും മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് നദി വരെ, ഹേത്തുകാരുടെ ദേശം മുഴുവനും, സൂര്യാസ്തമനത്തിൻ്റെ മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിർത്തിയായിരിക്കും. നിൻ്റെ ആയുഷ്കാലമെല്ലാം ആരും നിൻ്റെ മുമ്പിൽ നിലയുറപ്പിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഉണ്ടായിരുന്നതുപോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ നിരുന്മേഷനാക്കുകയില്ല, നിന്നെ കൈവിടുകയുമില്ല. ശക്തനും ധീരനുമായിരിക്കുക. എന്തെന്നാൽ ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തിന് ഇവരെ അവകാശികളാക്കേണ്ടത് നീയാണ്. എൻ്റെ ദാസനായ മോശ നിന്നെ അനുശാസിച്ച നിയമം ഓരോന്നുമനുസരിച്ച് അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ നീ ഏറെ ശക്തനും ധീരനുമായിരിക്കണമെന്ന് മാത്രം. അവയിൽ നിന്ന് നീ ഇടംവലം വ്യതിചലിക്കരുത്. ഏർപ്പെടുന്നതിലെല്ലാം നീ വിജയിയാകാൻ വേണ്ടിയാണിത്. ഈ നിയമഗ്രന്ഥം നിൻ്റെ അധരത്തിൽ നിന്ന് അകലരുത്. അതിൽ ലിഖിതമായതെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധ പുലർത്തേണ്ടതിന് നീ അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അങ്ങനെ നീ നിൻ്റെ വഴി മുന്നേറാനിടയാക്കും. നീ വിജയിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. എന്നാൽ നീ ഏർപ്പെടുന്നതിലെല്ലാം
നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടി ഉണ്ടായിരിക്കും എന്ന് ഞാൻ നിന്നെ അനുശാസിച്ചതല്ലേ. ജോഷുവ ജനത്തിന് നിർദ്ദേശം നൽകുന്നു. ജോഷുവ ജനപ്രമാണികളോട് ഇപ്രകാരം കൽപ്പിച്ചു: പാളയത്തിനിടയിൽ കടന്നു ചെന്ന് ജനങ്ങളോട് നിങ്ങൾ ഇപ്രകാരം ആജ്ഞാപിക്കുവിൻ: നിങ്ങൾക്കായി പാഥേയം സംഭരിക്കുവിൻ. എന്തെന്നാൽ 3 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജോർദാൻ കടക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായി നൽകുന്ന ദേശം കൈവശപ്പെടുത്താനാണ് നിങ്ങൾ പോകുന്നത്. റൂബൻകാരോടും ഗാദുകാരോടും മനാസയുടെ ഗോത്രപാതിയോടും ജോഷുവ ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥതയേകി ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്ന് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളെ അനുശാസിച്ച കാര്യം അനുസ്മരിക്കുവിൻ. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും ജോർദാനിക്കരെ മോശ നിങ്ങൾക്ക് നൽകിയ ദേശത്ത് വസിക്കട്ടെ. എന്നാൽ നിങ്ങൾ ആയോധന വീരന്മാരെല്ലാം ആയുധമണിഞ്ഞ് നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പേ കടന്ന് അവരെ സഹായിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാർക്കും നിങ്ങളെപ്പോലെ സ്വസ്ഥതയേകുകയും നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് കൊടുക്കുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ അത് വേണം. അനന്തരം സൂര്യോദയ ദിക്കിൽ ജോർദാനിക്കരെ കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് കൈവശമായി തന്നിരിക്കുന്ന ദേശത്ത് തിരിച്ചെത്തി അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അവർ ജോഷുവയെ ഇപ്രകാരം ധരിപ്പിച്ചു: നീ ഞങ്ങളെ അനുശാസിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം. അയക്കുന്ന ഇടത്തേക്കെല്ലാം ഞങ്ങൾ പോകാം. മോശയെ ഞങ്ങൾ അനുസരിച്ചതുപോലെയെല്ലാം നിന്നെയും ഞങ്ങൾ അനുസരിക്കും. നിൻ്റെ ദൈവമായ കർത്താവ് മോശയോടുകൂടി ഉണ്ടായിരുന്നതുപോലെ നിന്നോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. അതുമതി. നീ ഞങ്ങളെ അനുശാസിക്കുന്ന ഏതു കാര്യത്തിലും നിൻ്റെ ആജ്ഞ ധിക്കരിക്കുകയും നിൻ്റെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ആരായാലും മരിക്കണം. നീ ശക്തനും ധീരനുമായിരിക്കണമെന്ന് മാത്രം. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം. ജെറീക്കോയിലേക്ക് ചാരന്മാർ. നൂനിൻ്റെ മകനായ ജോഷുവ ഷിത്തിമിൽ നിന്ന് 2 ചാരന്മാരെ നിങ്ങൾ പോയി ദേശവും ജെറീക്കോയും നിരീക്ഷിക്കുവിൻ എന്ന് പറഞ്ഞ് രഹസ്യത്തിൽ അയച്ചു. അവർ യാത്ര ചെയ്ത് റാഹാബ് എന്നു പേരുള്ള വേശ്യയായ ഒരുവളുടെ വീട്ടിൽ ചെന്നെത്തി. അവിടെ അന്തിയുറങ്ങി. ജെറീക്കോ രാജാവിന് ഇപ്രകാരം വാർത്ത കിട്ടി: ഇതാ ദേശം ഉറ്റുനോക്കാൻ ചില ഇസ്രായേല്യർ രാത്രിയിൽ ഇവിടെ എത്തിയിരിക്കുന്നു. ജെറീക്കോ രാജാവ് റാഹാബിൻ്റെ പക്കൽ നിൻ്റെ അടുക്കൽ നിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ആളുകളെ പുറത്തിറക്കുക, കാരണം നാടാകെ ഉറ്റുനോക്കാനാണ് അവർ വന്നിരിക്കുന്നത് എന്ന് പറയാൻ ആളയച്ചു. ആ സ്ത്രീയാകട്ടെ ആ 2 ആളുകളെയും സ്വീകരിച്ച് ഒളിപ്പിച്ചിരുന്നു. അവൾ പറഞ്ഞു: ആ ആളുകൾ എൻ്റെ പക്കൽ വന്നു എന്നത് ശരി തന്നെ, പക്ഷേ അവർ എവിടെയാ നിന്നാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പട്ടണവാതിൽ അടയ്ക്കാറായപ്പോൾ ഇരുട്ടത്ത് ആ ആളുകൾ പുറപ്പെട്ടു. എങ്ങോട്ടാണ് ആ ആളുകൾ നടന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ വേഗം അവരെ പിന്തുടരുവിൻ. തീർച്ചയായും നിങ്ങൾ അവരെ മറികടക്കും. അവളാകട്ടെ അവരെ തട്ടിലേക്ക് കയറ്റി തട്ടിൻപുറത്ത് തനിക്കായി അടുക്കി വച്ചിരുന്ന ചണത്തുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു. അപ്പോൾ ആളുകൾ ജോർദാനിലേക്കുള്ള വഴിയെ കടവുകൾ വരെ അവരെ പിന്തുടർന്നു. അവരെ അനുധാവനം ചെയ്തവർ പുറത്തു കടന്നതോടെ കവാടമടയ്ക്കുകയും ചെയ്തു. അവർ കിടക്കുന്നതിന് മുമ്പേ അവൾ തട്ടിന്മേൽ അവരുടെ അടുത്തേക്ക് കയറി ചെന്നു. അവൾ ആ ആളുകളോട് പറഞ്ഞു: കർത്താവ് നിങ്ങൾക്ക് ദേശം തന്നിരിക്കുന്നെന്നും നിങ്ങളെക്കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നെന്നും നിങ്ങൾ മൂലം ദേശവാസികൾ മുഴുവൻ കിടിലം കൊള്ളുകയാണെന്നും ഞാൻ അറിയുന്നു. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കർത്താവ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ചെങ്കടൽ ജലം വറ്റിച്ചതും ജോർദാനക്കരെ നിങ്ങൾ ഉന്മൂലനാചാരം വിധേയമാക്കിയ സീഹോൻ, ഓഗ് എന്നീ 2 അമോര്യ രാജാക്കന്മാരോട് നിങ്ങൾ ചെയ്തതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിടിഞ്ഞു. നിങ്ങൾ മൂലം ആരിലും പിന്നെ ഉണർവുണ്ടായില്ല. തീർച്ചയായും മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം. ആകയാൽ ഞാൻ നിങ്ങളോട് കരുണ ചെയ്തതുകൊണ്ട് നിങ്ങളും എൻ്റെ പിതൃഭവനത്തോട് കരുണ ചെയ്യുമെന്ന് ഇപ്പോൾ എന്നോട് കർത്താവിനെ കൊണ്ട് ശബ്ദം ചെയ്താലും വിശ്വാസ്യതയുടെ ഒരടയാളവും നിങ്ങൾ എനിക്ക് തരണം. എൻ്റെ മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും അവർക്കുള്ള സകലതിനെയും ജീവിക്കാൻ അനുവദിച്ച് മരണത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവൻ നിങ്ങൾ മോചിപ്പിക്കണം. അപ്പോൾ ആ ആളുകൾ അവളോട് പറഞ്ഞു: ഞങ്ങളുടെ ഈ വാഗ്ദാനം നിങ്ങൾ പരസ്യമാക്കുകയില്ല എങ്കിൽ നിങ്ങൾക്ക് പകരം ഞങ്ങൾ ജീവൻ പോലും ത്യജിക്കും. കർത്താവ് ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ നിന്നോട് ഞങ്ങൾ കാരുണ്യവും വിശ്വസ്തതയും കാണിക്കും. തുടർന്ന് അവൾ ഒരു കയറുവഴി ജനാലയിൽ കൂടി അവരെ താഴേക്കിറക്കി.
കാരണം കോട്ടമതിലിലായിരുന്നു അവളുടെ വീട്. മതിലിനുള്ളിലാണ് അവൾ താമസിച്ചിരുന്നത്. അവൾ അവരോട് പറഞ്ഞു, അനുധാവകർ നിങ്ങളുടെ മേൽ ചാടി വീഴാതിരിക്കാൻ മലയിലേക്ക് നടക്കുവിൻ. അനുധാവകർ മടങ്ങിപ്പോകുന്നതുവരെ 3 ദിവസം അവിടെ ഒളിച്ചിരിക്കുവിൻ. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോകാം. ആ ആളുകൾ അവളോട് പറഞ്ഞു, ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ച നിൻ്റെ ഈ ശബ്ദത്തിൽ നിന്ന് ഞങ്ങൾ വിമുക്തരാകുന്നത് ഞങ്ങൾ ഈ നാട്ടിൽ വന്നെത്തുമ്പോൾ നീ ഞങ്ങളുടെ ഇറക്കിവിട്ട ജനാലയിൽ ഈ ചമന്ന അളവ് ചരട് കെട്ടിയിട്ടില്ലെങ്കിൽ ആയിരിക്കും. നിൻ്റെ മാതാപിതാക്കന്മാരെയും നിൻ്റെ സഹോദരരെയും പിതൃഭവനം മുഴുവനെയും നിൻ്റെ പക്കൽ വീട്ടിലേക്ക് ഒന്നിച്ചു കൂട്ടിയിരിക്കണം. നിൻ്റെ വീട്ടുവാതിൽക്കൽ നിന്ന് തെരുവിലേക്ക് പുറപ്പെടുന്ന ആരും തൻ്റെ രക്തത്തിന് ഉത്തരവാദിയായിരിക്കും. ഞങ്ങൾ നിരപരാധരും. എന്നാൽ നിന്നോടൊപ്പം വീട്ടിലായിരിക്കുന്ന ആരുടെയെങ്കിലും മേൽ കയ്യബദ്ധം സംഭവിച്ചാൽ അവൻ്റെ രക്തത്തിന് ഞങ്ങളായിരിക്കും ഉത്തരവാദികൾ. ഞങ്ങളുടെ ഈ വാഗ്ദാനം നീ പരസ്യപ്പെടുത്തുന്ന പക്ഷം നീ ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ച നിൻ്റെ ശബ്ദത്തിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായിരിക്കും. അത് നിങ്ങളുടെ വാക്കുകൾ പോലെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് അവൾ അവരെ അയച്ചു. അവർ യാത്രയാവുകയും ചെയ്തു. ആ ചുമന്ന ചരട് അവൾ ജനാലയിൽ കെട്ടിയിട്ടു. അവരാകട്ടെ മലയിലേക്ക് നടന്നുപോയി. അനുധാവകർ മടങ്ങുന്നതുവരെ 3 ദിവസം അവിടെയിരുന്നു. അനുധാവകർ അവരെ വഴിനീളെ അന്വേഷിച്ചിട്ടും കണ്ടെത്താനായില്ല. അനന്തരം ആ 2 ആളുകൾ മടങ്ങി. അവർ മലയിൽ നിന്നിറങ്ങി മുന്നേറി നൂനിൻ്റെ മകനായ ജോഷുവയുടെ അടുക്കലെത്തി. തങ്ങൾക്ക് നേരിട്ടതെല്ലാം അവർ അവനോട് വിവരിച്ചു. അവർ ജോഷുവയോട് പറഞ്ഞു, തീർച്ചയായും കർത്താവ് നമ്മുടെ കയ്യിൽ ആ നാട് മുഴുവൻ തന്നിരിക്കുന്നു. ദേശവാസികളെല്ലാവരും നമ്മെ പ്രതി കിടിലം കൊള്ളുകയാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം. ഇസ്രായേല്യർ ജോർദാൻ കടക്കുന്നു. ജോഷുവ അതിരാവിലെ എഴുന്നേറ്റു. അവനും ഇസ്രായേല്യർ മുഴുവനും ഷിത്തിമിൽ നിന്ന് നടന്ന് ജോർദാൻ വരെ ചെന്നു. അപ്പുറം കടക്കുന്നതിന് മുമ്പ് അവർ അവിടെ പാർത്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രമാണിമാർ പാളയത്തിനകത്ത് കടന്ന് ജനത്തെ ഇപ്രകാരം അനുശാസിച്ചു: നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടി പേടകവും അത് സംവഹിക്കുന്ന ലേവായ പുരോഹിതന്മാരെയും കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് നീങ്ങി അതിനു പിന്നാലെ നടക്കണം. എന്നാൽ അതിനും നിങ്ങൾക്കുമിടയിൽ 2000 മുഴത്തോളം അളവ് അകലമുണ്ടായിരിക്കണം. ഈ വഴി ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അറിയാൻ നിങ്ങൾ അതിൻ്റെ പക്കലേക്ക് അടുക്കരുത്. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. എന്നാൽ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജോഷുവ പുരോഹിതന്മാരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഉടമ്പടി പേടകവും വഹിച്ച് ജനത്തിനു മുമ്പേ നദി കടക്കുവിൻ. അവർ ഉടമ്പടി പേടകം വഹിച്ച് ജനത്തിനു മുമ്പേ നടന്നു. കർത്താവ് ജോഷുവയോട് പറഞ്ഞു, ഞാൻ മോശയോടുകൂടി ഉണ്ടായിരുന്നതുപോലെ നിന്നോടുകൂടിയും ഉണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്ന് ഞാൻ ഇസ്രായേൽ മുഴുവനും മുമ്പാകെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങുകയാണ്. ജോർദാൻ്റെ ജലാതിർത്തി വരെ എത്തുമ്പോൾ ജോർദാനിൽ നിങ്ങൾ നിൽക്കണം എന്ന് ഉടമ്പടി പേടകം വഹിക്കുന്ന പുരോഹിതന്മാരെ നീ അനുശാസിക്കണം. ജോഷുവ ഇസ്രായേല്യരോട് പറഞ്ഞു, ഇവിടേക്ക് അടുത്തു വന്ന് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുവിൻ. തുടർന്ന് ജോഷുവ പറഞ്ഞു, ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നും അവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് കാനാൻകാർ, ഹെത്തുകാർ, ഹിവ്യർ, പെരീസുകാർ, ഗിർഗാഷുകാർ, അമോര്യർ, ജബൂസുകാർ എന്നിവരെ തീർച്ചയായും തുരത്തുമെന്നും ഇതിനാൽ നിങ്ങൾ അറിയണം. ഇതാ ഭൂമി മുഴുവൻ്റെയും നാഥൻ്റെ ഉടമ്പടി പേടകം നിങ്ങൾക്ക് മുമ്പേ ജോർദാനിൽ കടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഗോത്രത്തിന് 1 വീതം 12 പേരെ നിങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് എടുക്കുവിൻ. ജോർദാനിലെ ജലത്തിൽ ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ നിശ്ചലമാകുമ്പോൾ ജോർദാൻ ജലം വിഭജിതമാകുകയും മുകളിൽ നിന്ന് താഴേക്കൊഴുകുന്ന ജലം ഒരു ചിറയായി നിൽക്കുകയും ചെയ്യും. ജോർദാൻ നദി കടക്കുന്നതിന് ജനം തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് നീങ്ങിയപ്പോൾ ഉടമ്പടി പേടകം വഹിക്കുന്ന പുരോഹിതന്മാർ ജനത്തിനു മുമ്പേ ഉണ്ടായിരുന്നു. പേടകവാഹകർ ജോർദാൻ വരെ എത്തുകയും പേടകവാഹകരായ പുരോഹിതന്മാരുടെ പാദങ്ങൾ കൊയ്ത്തുകാലം മുഴുവൻ തീരങ്ങളെല്ലാം കവിയുന്ന ജോർദാൻ്റെ ജലാതിർത്തിയിൽ മുങ്ങുകയും ചെയ്തപ്പോൾ മുകളിൽ നിന്ന് താഴേക്കൊഴുകുന്ന ജലം നിലച്ചു. സാറദാന് സമീപമുള്ള ആദം പട്ടണപ്രദേശത്ത് അത് ബഹുദൂരം ഒരു ചിറയായി നിന്നു. ഉപ്പുകടലായ അറാബ കടലിന് നേർക്കുള്ള ഒഴുക്ക് നിശേഷം വിച്ഛേദിക്കപ്പെട്ടു. ജനം ജെറീക്കോയ്ക്ക് മുമ്പിലായി അക്കരെ കടന്നു.
കർത്താവിൻ്റെ ഉടമ്പടി പേടകവാഹകരായ പുരോഹിതന്മാർ ജോർദാൻ്റെ മധ്യത്തിൽ വരണ്ട നിലത്ത് ഉറച്ചു നിന്നു. ജനസഞ്ചയം മുഴുവൻ ജോർദാൻ കടന്നു തീരും വരെ ഇസ്രായേൽക്കാരെല്ലാവരും വരണ്ട നിലത്തോടുകൂടിയാണ് അക്കരെ കടന്നത്. ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായം. സ്മാരകശിലകൾ സ്ഥാപിക്കുന്നു. ജനസഞ്ചയം മുഴുവനും ജോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ജോഷുവയുടെ ഇപ്രകാരം അരുൾ ചെയ്തു: ഗോത്രത്തിൽ നിന്ന് ഒരാളെ വീതമായി 12 പേരെ ജനത്തിൽ നിന്ന് നിനക്കായി തിരഞ്ഞെടുക്കുക. അവരെ ഇപ്രകാരം അനുശാസിക്കുക: ഇവിടെ ജോർദാൻ്റെ നടുവിൽ നിന്ന് പുരോഹിതർ പാദങ്ങൾ ഉറപ്പിച്ച അടിത്തട്ടിൽ നിന്ന് 12 കല്ലുകൾ സംവഹിച്ച് നിങ്ങളോടൊപ്പം അവ കൊണ്ടുവന്ന് നിങ്ങൾ രാത്രി ചെലവഴിക്കുന്ന താവളത്തിൽ സൂക്ഷിച്ചു വയ്ക്കണം. ഇസ്രായേലിൽ നിന്ന് ഗോത്രത്തിന് ഒരാളെ വീതമായി താൻ നിശ്ചയിച്ച 12 പേരെ ജോഷുവ വിളിച്ചു. ജോഷുവ അവരോട് പറഞ്ഞു: നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പേടകത്തിന് മുമ്പേ ജോർദാൻ്റെ മധ്യത്തിലേക്ക് മുന്നേറുവിൻ. ഇസ്രായേലിലെ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് ഓരോ കല്ല് നിങ്ങൾക്കായി നിങ്ങൾ ഓരോരുത്തരും ചുമലിൽ ഉയർത്തുവിൻ. നിങ്ങൾക്കിടയിൽ അത് ഒരു അടയാളമായിരിക്കാൻ വേണ്ടിയാണ്. കാരണം നാളെ നിങ്ങളുടെ മക്കൾ ഇപ്രകാരം ചോദിക്കും: ഈ കല്ലുകൾ നിങ്ങൾക്ക് എന്താണ്? അപ്പോൾ കർത്താവിൻ്റെ ഉടമ്പടി പേടകം ജോർദാനിലൂടെ കടന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ ജോർദാൻ ജലം വിഭജിതമായി. ജോർദാൻ ജലം വിഭജിതമാകുക തന്നെ ചെയ്തു എന്നും ഈ കല്ലുകൾ എന്നേക്കും ഇസ്രായേലിയർക്കുള്ള സ്മാരകമായി തീരുമെന്നും നിങ്ങൾ അവരോട് പറയണം. ജോഷുവ ആജ്ഞാപിച്ചത് എങ്ങനെയോ അങ്ങനെ ഇസ്രായേലിയർ ചെയ്തു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തിരുന്നത് പോലെ ഇസ്രായേലിലെ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് അവർ ജോർദാന് മധ്യേ നിന്ന് 12 കല്ലുകൾ സംവഹിച്ച് തങ്ങളോടൊപ്പം സങ്കേതത്തിലെത്തിച്ച് അവ അവിടെ സൂക്ഷിച്ചു. ജോർദാൻ്റെ നടുവിൽ ഉടമ്പടി പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ഉറച്ചു നിന്നിരുന്ന അടിത്തട്ടിൽ ജോഷുവ 12 കല്ലുകൾ സ്ഥാപിച്ചു. അവ ഇന്നും അവിടെയുണ്ട്. മോശ ജോഷുവയെ അനുശാസിച്ചതെല്ലാം പോലെ ജനത്തോട് സംസാരിക്കാൻ കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചു. അക്കാര്യമെല്ലാം പൂർത്തിയാകുവോളം പേടകം സംവഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാന് മധ്യേ നിൽക്കുകയായിരുന്നു. ജനം മുഴുവൻ നടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പേടകവും കടന്നു. പുരോഹിതന്മാർ ജനത്തിന് മുമ്പിലായിരുന്നു. റൂബന്യരും ഗാദ്യരും മനാസയുടെ ഗോത്രപാതിയും മോശ തങ്ങളോട് വചിച്ചിരുന്നതുപോലെ ആയുധമണിഞ്ഞ് ഇസ്രായേല്യരുടെ മുമ്പേ കടന്നു. സൈന്യസജ്ജരായ 40,000-ഓളം പേർ കർത്തൃസമക്ഷം ജെറീക്കോ സമതലങ്ങളിലേക്ക് യുദ്ധത്തിനായി മുന്നേറി. ആ ദിനം കർത്താവ് ഇസ്രായേൽ മുഴുവൻ്റെയും ദൃഷ്ടികളിൽ ജോഷുവയെ വലിയവനാക്കി. അവർ മോശയെ ആദരിച്ചതുപോലെ അവൻ്റെ ജീവിതകാലമെല്ലാം അവനെയും ആദരിച്ചു. കർത്താവ് ജോഷുവയുടെ പ്രകാരം അരുൾ ചെയ്തു: ജോർദാനിൽ നിന്ന് കയറി വരാൻ സാക്ഷ്യപേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് കൽപ്പിക്കുക. നിങ്ങൾ ജോർദാനിൽ നിന്ന് കയറി വരൂ എന്ന് ജോഷുവ അവരോട് കൽപ്പിച്ചു. കർത്താവിൻ്റെ ഉടമ്പടി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാൻ്റെ മധ്യത്തിൽ നിന്ന് കയറി വന്നപ്പോൾ പുരോഹിതരുടെ കാൽപാദങ്ങൾ കരയിലേക്ക് എടുത്തു വെച്ചപ്പോൾ ജോർദാൻ ജലം യഥാസ്ഥാനത്ത് പഴയപടിയായി. അതിൻ്റെ തീരങ്ങളെല്ലാം മുമ്പത്തെ പോലെ കവിഞ്ഞൊഴുകി. ആദ്യമാസത്തിൻ്റെ 10-ാം തീയതിയാണ് ജനം ജോർദാനിൽ നിന്ന് കയറിയത്. അവർ ജെറീക്കോയുടെ കിഴക്കേ അറ്റത്ത് ഗിൽഗാലിൽ പാളയമടിച്ചു. അവർ ജോർദാനിൽ നിന്നെടുത്ത ആ 12 കല്ലുകൾ ജോഷുവ ഗിൽഗാലിൽ സ്ഥാപിച്ചു. അവൻ ഇസ്രായേല്യരോട് ഇപ്രകാരം പറഞ്ഞു: നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പിതാക്കന്മാരോട് ഈ കല്ലുകൾ എന്താണ് എന്നാരായുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇപ്രകാരം അറിയിക്കണം: ഇസ്രായേൽ ഈ ജോർദാൻ കടന്നത് ഉണങ്ങിയ പ്രതലത്തിലൂടെയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾ കുറുകെ കടക്കുന്നതുവരെ ഞങ്ങളെ പ്രതി ചെങ്കടൽ വറ്റിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കടക്കുന്നതുവരെ നിങ്ങളെ പ്രതി ജോർദാൻ ജലം വറ്റിച്ചു. ഇത് കർത്താവിൻ്റെ കരം ശക്തമാണെന്ന് ഭൂമിയിലെ എല്ലാ ജനങ്ങളും അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ എക്കാലവും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ വേണ്ടിയാണ്. സങ്കീർത്തനങ്ങൾ 123. കനിവിനായി നോക്കിയിരിപ്പ്. ആരോഹണ ഗീതം. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തിയിരിക്കുന്നു. ഇതാ തങ്ങളുടെ യജമാനന്മാരുടെ കയ്യിലേക്ക് ദാസന്മാരുടെ കണ്ണുകൾ എങ്ങനെയോ, തൻ്റെ സ്വാമിനിയുടെ കയ്യിലേക്ക് പരിചാരികയുടെ കണ്ണുകൾ എങ്ങനെയോ, ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളിൽ കനിയുന്നതുവരെ അവിടുത്തെ പക്കലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ അങ്ങനെയാണ്. ഞങ്ങളിൽ കനിയണമേ കർത്താവെ, ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ നിന്ദനാധിക്യത്താൽ ഞങ്ങൾ മടുത്തു. അലംഭാവികളുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും ഞങ്ങളുടെ ആത്മാവ് ഏറെ അനുഭവിച്ചു കഴിഞ്ഞു.